ഈ ബ്ലാങ്കറ്റ് ഒക്കെ പുതയ്ക്കാൻ സിമ്പിൾ ആണെങ്കിലും മടക്കാനാട്ടെ ഏറ്റവും ബുദ്ധിമുട്ട്. അത് ഏകദേശം ഒപ്പിച്ച് നേരെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അടുക്കളയിൽ വേറെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മൊത്തം എന്റെ കൂടെ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ഇപ്പച്ചിന്റെ കൂടെ കൊലായ്മയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പച്ചി പറഞ്ഞത് ഇപ്പച്ചിക്ക് ബാങ്കിൽ നിന്ന് ഒരു കോൾ ഉണ്ട്. വിളിച്ച ആൾക്ക് 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്ത എല്ലാ ലോണും ഇടപാടാക്കി തരുന്നാണ് പറഞ്ഞത്. ഇപ്പച്ചാണെങ്കിൽ കേട്ട പതി കേൾക്കാത്ത പതി ആ 10,000 അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാ. എന്തോ ഒരു ഭാഗ്യത്തിന് പുറത്ത് ജീപ്പേ ചെയ്യണതിന് മുന്നേ എന്നോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് വേണം. ഇതുപോലുള്ള കുറെ ഫ്രോഡ് പരിപാടികളൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് കാണപ്പെടും. ഇപ്പച്ചി പള്ളി പോയതിനു ശേഷം ഞാൻ കുറെ വട്ടം ആ നമ്പറിലോട്ട് ട്രൈ ചെയ്ത് നോക്കി. കോൾ എടുക്കണില്ല, റെസ്പോൺസും. നമ്മളിപ്പോ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടിനെ വെച്ച് ചെയ്യാതെ നമ്മൾ നേരിട്ട് ആൾ എൻറ്റർ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. ഈ തേർഡ് പാർട്ടിയുടെ ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കറക്റ്റ് ആയിട്ട് പരിപാടികളൊന്നും ചെയ്യേയില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കുക. എന്തായാലും അതൊക്കെ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ചാനലിൽ 150K സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ചെറിയൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കി. സംഭവം നല്ല അടിപൊളി ക്ലിക്ക് ആയിട്ട് വന്നിട്ട്. അങ്ങനെ ക്ലാസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടുപേരും അതങ്ങനെ ഇരുന്ന് കഴിച്ച് തീർക്കാട്ടോ.